ക്ലബ് മെമ്പേഴ്സ് സംഘടിപ്പിക്കുന്ന ചിക്കൻ കുറുമുറായി എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മളിവിടെ. ആ പട്ടിയിൽ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സത്യനുള്ളതാണ്. എണ്ണ ആവശ്യമുള്ളത് മസാല പുരട്ടിയ ചിക്കൻ പീസുകൾ ഇഷ്ടമുള്ളത്ര ഉള്ളി 2 എണ്ണം മതി. ആരുടെ വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച വെളിച്ചെണ്ണ സംഘടിപ്പിച്ചത് അത്യാവശ്യത്തിന് ഞാൻ പറയുമ്പോ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളച്ച എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി എടുത്തിടുന്നു. എണ്ണ നന്നായി തിളച്ചാൽ വളരെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബ്രോസ്റ്റ് തിളച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം തിളച്ചതിന് ശേഷം കസ്റ്റമേഴ്സ് ആൾക്കാരൊക്കെ എടുത്തിട്ടോ ഞങ്ങളെല്ലാരും എടുത്തോ. അത്ര മതി. ഇനി വളർന്നു വെച്ചെന്റെ മമ്മിയാ ചോറും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേലെ പൊതിച്ചുള്ള ബൊമ്മയും അതിലാകെ ലൈറ്റാണ്. പിന്നെ ചൊറങ്ങിയോ പിന്നെ തീർന്നു പോയതിനാൽ നമ്മൾ കരണ്ട് അടുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. കരണ്ട് പോകുന്നത് വരെ ഈ അടുപ്പിലുള്ള കുക്കിംഗ് നടക്കുന്നതായിരിക്കും. ഇപ്പോൾ അടുപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആവശ്യാനുസരണം വേണ്ടതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. മാസ്റ്റർ കുക്ക് സത്യന്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. വള്ളമറക്കിയിരിക്കുന്ന കോഴയും മസാല കൂട്ടിയ കൊച്ചുവും അണ്ടിപ്പൊടി ഇട്ടുകൊണ്ട് മുരുകനും സമീപത്ത് നിൽക്കുന്നുണ്ട്. വെള്ളറക്കുന്ന മുരുകൻ ഒരുമാതിരി ഒലക്കയിലെ കുറ്റിയും അതുപോലെ തന്നെ കത്താത്ത അടുപ്പും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടി സക്സസ് ആകാത്തതിനാലാണ് മാരുടെ ടോർച്ചടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചുവാണ് ഇപ്പോൾ പാത്രങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീനിലേക്കുള്ള കൊണ്ടുപോക്കായിരിക്കാം ഇത്. എന്തൊക്കെ രൂപ ഒറ്റക്കാവുന്നത്.